എങ്ങോട്ടേക്ക് ഈ അണിഞ്ഞൊരുങ്ങിയൊരു യാത്ര? ഞാൻ അത്യാവശ്യം ഒരാളെ കാണാൻ വേണ്ടി പോവാണ്. നീ എങ്ങോട്ടും പോണ്ട, എനിക്ക് തരാനുള്ള പൈസ തന്നിട്ട് നീ പോയാ മതി. പിടിവിട് പോയി, ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഒന്നും പറയണ്ട, എനിക്ക് തരാനുള്ള പൈസ തരുന്ന കാര്യം ഒരു തീരുമാനമാക്കിയിട്ട് നീ ഇന്ന് പോയാ മതി. ഒന്ന് സമാധാനമായിട്ട് കുളിക്കാൻ വരെ സാധിക്കുന്നില്ലല്ലോ. നേരം വെക്കുമ്പോ രണ്ടുപേരും തുടങ്ങി. ഒന്ന് നിർത്തി, കോളർന്ന് കൈവിടുക. രണ്ടുപേരോടെ പറയാണ്, ഇത് ദുബായാണ്. നാട്ടിലെ മാതിരി തല്ലും വഴക്കമായി നടന്നാലേ രണ്ടുപേരും വേറെ അറിയും. എന്റെ പൊന്ന് ചേട്ടാ, ചേട്ടൻ അറിയാലോ ഇവൻ എന്റെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിച്ചതും തിരിച്ചു തരാത്തതും. പൈസ കടം മേടിച്ചതൊക്കെ ശരിയെന്നേ, വെറുതെ ഒന്നുമല്ലല്ലോ. 100% പലിശക്കല്ലേ, അതായത് 120%. നീ എനിക്ക് കടം തന്നതും അതിന്റെ ഇരട്ടി നിനക്ക് തിരിച്ചു തന്നു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള പലിശ തരില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എടാവും തരും. അവനിപ്പം കുറച്ച് വിഷമത്തിലാണെന്ന് നിനക്കറിയാലോ. നീ ഒന്ന് സമാധാനിക്കും. എൻ്റെ ചേട്ടാ, ഭാര്യയുടെ സർജറിക്ക് വേണ്ടിയിട്ട് വളരെ അത്യാവശ്യമായിട്ടാണ് ഇവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കാശ് കടം മേടിച്ചത്. അത് ഒടുക്കത്തെ പലിശയ്ക്ക്. അതെ, നിനക്കൊരു ആവശ്യം വന്നപ്പോഴേ ഞാനേ ഉണ്ടായുള്ളൂ പൈസ തന്ന് സഹായിക്കാൻ. നിർത്തേ. എടാ, ഇവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. നിനക്കൊരു എമർജൻസി ഘട്ടം വന്നപ്പോൾ ആരെയും സഹായിച്ചത്? പലിശക്കെങ്കിൽ പലിശക്ക്. ഇവൻ മാത്രമല്ലേ നിന്നെ സഹായിച്ചുള്ളൂ. എൻ്റെ ചേട്ടാ, അതൊന്നും ഞാൻ നിഷേധിച്ചില്ലല്ലോ. ബാക്കിയുള്ള പലിശ പിന്നീട് കൊടുക്കാമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നാ ചേട്ടൻ ഗ്യാരണ്ടി തന്നാ മതി. എന്തിനു ചേട്ടൻ ഗ്യാരണ്ടി നിൽക്കുന്നത്? ചേട്ടനല്ലല്ലോ, ഞാനല്ലേ നിന്നെ കടം മേടിച്ചത്. എന്താ നിനക്ക് എന്നെ വിശ്വാസമില്ലേ? വിശ്വാസം ഇല്ല, അതുകൊണ്ടാണല്ലോ ചേട്ടന്റെ അടുത്ത് ഗ്യാരണ്ടി നിൽക്കാൻ ഞാൻ ചോദിക്കണത്. ടിസോ, ഇത് ഞാൻ വെച്ചോളാം. ഇതിനൊരു 2500 ദിർഹം തൽക്കാലം വില ഉണ്ടാവും. അതൊക്കെ ശരിയാണ്, പക്ഷെ ഈ വാച്ച് തരാൻ പറ്റില്ല. അതെന്താ? സോറി. ഈ വാച്ചിന് എനിക്കുള്ള അറ്റാച്ച്മെന്റ് നിനക്ക് അറിയാത്തതുകൊണ്ടാണ് നീ ചോദിക്കുന്നത്. എന്ത് അറ്റാച്ച്മെന്റ്? തൽക്കാലത്ത് ഞാൻ വെച്ചോളാം. കഴിഞ്ഞ വിവാഹ വാർഷികത്തിന് എൻ്റെ ഭാര്യ എനിക്ക് ഗിഫ്റ്റ് എടുത്ത് തന്ന വാച്ചാണ്. സോറി, അത് തൽക്കാലം ഞാൻ വെച്ചോളാം. നീ പറഞ്ഞ കേക്ക്. നീ ബാക്കി പൈസ കിട്ടുമ്പോ നീ തന്നാ മതി. ആ വാച്ചൻ കൊടുക്കേ. അവൻ നിന്നോട് കടം മേടിച്ചത് വാച്ചല്ലല്ലോ, പൈസ അല്ല. അതവൻ തരൂ. എടാ, ഒരാൾ ഗതികേട് കൊണ്ടാണ് കൊള്ള പലിശ കടം മേടിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന പോലെ ബുദ്ധിമുട്ടിക്കരുത്. പൈസ എങ്കിൽ പൈസ, എനിക്ക് എന്റെ കാശ് കിട്ടിയാൽ മതി. ഇനി ഇവൻ തന്നില്ലെങ്കിൽ ചേട്ടൻ പൈസ തരേണ്ടി വരും കേട്ടോ. ഇത്രയും നേരം ഞാൻ മര്യാദയായ ഭാഷയിൽ സംസാരിച്ചു. നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെ ഈ പലിശ കച്ചവടം ദുബായ് പോലീസ് അറിഞ്ഞാൽ നീ വിവരം അറിയും. ഈ ദുബായിൽ ഞാൻ മാത്രമല്ലേ ഉള്ളൂ പലിശക്ക് പൈസ കടം കൊടുക്കുന്നത്. മറ്റുള്ളവരുടെ കാര്യം നീ നോക്കണ്ട, നീ നിന്റെ കാര്യം അത് നോക്ക്. നീ മര്യാദയ്ക്ക് നിന്നാൽ നിനക്ക് കൊള്ളാം. ചേട്ടാ, ഇതിന്റെ പലിശ ഒന്ന് കുറച്ച് കിട്ടിയിരുന്നെങ്കിൽ. എടാ, അവൻ വാങ്ങിയ കടവും അത്ര പലിശ അവൻ തിരിച്ചു തന്നില്ലേ? നീ അതുകൊണ്ട് തൽക്കാലം തൃപ്തിപ്പെട്. അതെങ്ങനെ ശരിയാവും? അതേ ശരിയാവും. നീ ശരിയായില്ലേ നിന്നെ ഞാൻ ശരിയാവും. നിനക്കെന്നെ അറിയാമല്ലോ, അത്യാവശ്യം CID പോലീസും എൻ്റെ പരിചയത്തിലുണ്ട്. എന്നെ കൊണ്ട് കടുക്കായി ചെയ്യണം. ഇവിടെ നിർത്തിക്കോ. ഇനി ഈ വിഷയത്തെക്കുറിച്ച് ഇവിടെ ഒരു ചർച്ച വേണ്ട. ഒരു പലിശ കച്ചവടം